ലോകമെമ്പാടുമുള്ള ദരിദ്ര വികസ്വര രാജ്യങ്ങളുടെ സമാധാന പ്രതീക്ഷയായ ഐക്യരാഷ്ട്രസഭയെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാൻ അമേരിക്ക വീണ്ടും തുനിയുകയാണ്. നയതന്ത്രജ്ഞരും അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വൈദഗ്ധ്യമുള്ളവരും ഇരിക്കേണ്ട UN സെക്രട്ടറി ജനറൽ കസേരയിലേക്ക് തങ്ങൾക്ക് വഴങ്ങുന്ന ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയെ നിർദ്ദേശിച്ചിട്ടുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കമാണ് ഇപ്പോൾ ആഗോളതലത്തിൽ വൻ വിവാദമാവുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളെയും നയതന്ത്ര മര്യാദകളെയും തൃണവൽഗണിക്കുന്ന അമേരിക്കൻ അഹങ്കാരത്തിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണിത്. ഈ നീക്കത്തിന് പിന്നിലെ രാഷ്ട്രീയവും അപകടങ്ങളും എന്തൊക്കെയാണെന്ന് വ്യക്തമായി പരിശോധിക്കാം. സ്പോർട്സ് മേഖലയിൽ മാത്രം പ്രവൃത്തി പരിചയമുള്ള 56-കാരനായ ഇൻഫാന്റിനോയെ ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന വ്യക്തി എന്ന് വിശേഷിപ്പിച്ചാണ് ട്രംപ് രംഗത്തിറക്കിയിരിക്കുന്നത്. അമേരിക്ക ആതിഥേയത്വം വഹിക്കുന്ന ഫിഫ ടൂർണമെൻറ്റുകളിലൂടെയും ഡിസംബറിൽ ട്രംപിന് ഫിഫയുടെ പ്രഥമ സമാധാന സമ്മാനം നൽകി ആദരിച്ചതിലൂടെയും ഇൻഫാന്റിനോ ട്രംപുമായി അടുത്ത ബന്ധമാണ് കെട്ടിപ്പടുത്തത്. എന്നാൽ കായിക കച്ചവടവും രാജ്യങ്ങൾ തമ്മിലുള്ള സങ്കീർണമായ യുദ്ധ സമാധാന ചർച്ചകളും രണ്ടാണെന്ന പ്രാഥമിക ബോധം പോലും മറന്നാണ് അമേരിക്ക തങ്ങളുടെ ചാഞ്ചാട്ടക്കാരനായ വിശ്വസ്തനെ ആഗോള വേദിയിലേക്ക് പ്രതിഷ്ഠിക്കാൻ തുനിയുന്നത്. UN നൽകേണ്ട ധനസഹായം കുടിശ്ശിക വരുത്തുകയും WHO, UNESCO, UNHRC എന്നിവയിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം പിന്മാറുകയും ചെയ്ത ചരിത്രമാണ് ട്രംപിനുള്ളത്. ഫണ്ട് വെട്ടിക്കുറച്ച് സംഘടനയെ ശ്വാസം മുട്ടിക്കുകയും പിന്നീട് തങ്ങളുടെ ആളുകളെ തലപ്പത്ത് പ്രതിഷ്ഠിച്ച് നിയന്ത്രിക്കുകയും ചെയ്യുന്ന അമേരിക്കൻ തന്ത്രമാണിത്. വഴക്കമനുസരിച്ച് ഇത്തവണ UN സെക്രട്ടറി ജനറൽ പദവി ലാറ്റിൻ അമേരിക്കയിലെയോ കരീബിയൻ മേഖലയിലെയോ പ്രതിനിധികൾക്കാണ് ലഭിക്കേണ്ടത്. മുൻ ചിലിയൻ പ്രസിഡന്റ് മിഷേൽ ബാഷ്ലെറ്റ്, IAEA ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി തുടങ്ങിയ പ്രഗത്ഭരായ നയതന്ത്രജ്ഞർ മത്സരരംഗത്തുണ്ട്. എന്നാൽ മിഷേൽ ബാഷ്ലെറ്റ് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾക്ക് വഴങ്ങില്ലെന്ന ഉറപ്പുള്ളതുകൊണ്ട് തങ്ങൾ പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരു യെസ് മാൻ ആയി ഇൻഫാന്റിനോയെ മാറ്റാനാണ് ട്രംപ് ഭരണകൂടം കരുക്കൾ നീക്കുന്നത്. കായിക ലോകത്ത് പോലും നിയമങ്ങൾ കാറ്റിൽ പറത്തി രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയ ചരിത്രമാണ് ഇൻഫാന്റിനോയ്ക്കുള്ളത്. അമേരിക്കൻ താരം ഫൊളാരിൻ ബലോഗന്റെ സസ്പെൻഷൻ റദ്ദാക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടപ്പോൾ അത് നടപ്പിലാക്കി കൊടുത്തത് ഇൻഫാന്റിനോ ആയിരുന്നു. പ്രതിവർഷം ഏകദേശം 50 കോടിയിലധികം രൂപ ഫിഫയിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഇൻഫാന്റിനോ വെറും $4,18,000 മാത്രം ശമ്പളമുള്ള UN പദവിയിലേക്ക് വരാൻ നോക്കുന്നത് അമേരിക്ക നൽകുന്ന ആഗോള സ്വാധീനം ലക്ഷ്യമിട്ടാണ്. എന്നാൽ 15-അംഗ UN സുരക്ഷാ കൗൺസിലിൽ റഷ്യയുടെയും ചൈനയുടെയും വീറ്റോ അധികാരവും എതിർപ്പും മറികടക്കുക ട്രംപിന് എളുപ്പമാവില്ല. മറ്റ് ചെറു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദത്തിലാക്കിയും തങ്ങളുടെ പക്ഷത്ത് നിർത്താനാകും അമേരിക്ക ഇനി ശ്രമിക്കുക. ചെറിയ രാജ്യങ്ങളുടെയും വികസ്വര രാഷ്ട്രങ്ങളുടെയും ശബ്ദമാകേണ്ട UNന്റെ തലപ്പത്ത് അമേരിക്കൻ താൽപ്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഒരാൾ വന്നാൽ ഫലസ്തീൻ വിഷയം, കാലാവസ്ഥാ വ്യതിയാനം, വികസ്വര രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി എന്നിവയിലൊക്കെ അമേരിക്കൻ നിലപാടുകൾ മാത്രം അടിച്ചേൽപ്പിക്കപ്പെടും. UNനെ അമേരിക്കയുടെ ഒരു പോഷക സംഘടനയാക്കി മാറ്റാനുള്ള ഈ നീക്കത്തിനെതിരെ ആഗോള സമൂഹം ശക്തമായി പ്രതിരോധിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.